ഇറങ്ങാൻ പോവാണ്. ആശാൻ പറയണ അനുസരിച്ച് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റുകാർ ചെക്ക് ചെയ്യണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കയറാൻ പറ്റുമോ ഇല്ലയോ. അപ്പം അതനുസരിച്ച് പ്ലാൻ ചെയ്ത് എൻ്റെ പൊന്നോ എങ്ങനെയെങ്കിലും കയറിയിട്ട് ഐറ്റിലൊന്നും അവിടേക്ക് ഇവിടെ ഒന്ന് കറങ്ങാണ്ട് എങ്ങനെയാ എൻ്റെ മോനെ. അപ്പം അതുപോലെ കാര്യങ്ങൾ ചെയ്യാം ആശാൻ. താങ്ക് യു ഫോർ എവറിത്തിങ് മൈ ബ്രദർ. നമ്മളിറങ്ങണ 1 വർഷം ഏകദേശം ഇവിടെ കിടന്ന് ജയിലിലിട്ട പോലെ ഇങ്ങനെ മൂഞ്ചി എന്നിട്ട് ഫൈനലി ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടി. അയ്യോ എൻ്റെ ബ്രോ, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എൻ്റെ പൊന്നെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെ അതെ, പുതിയ ജീവിതം പുതിയ തുടക്കം ഗൈസ്. ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഐഡി ഇല്ല, ബ്ലൂ പേപ്പർ എക്സ്പയർഡ് ആണ്, €1 ഇല്ല, പിന്നെന്താ ഇല്ലാത്ത ഫുഡില്ല, പക്ഷെ ധൈര്യം മാത്രം. അതെ, സ്പിരിറ്റ് മാത്രമുണ്ട് ഗൈസ്. സ്പിരിറ്റ് ഇത് വെച്ച് നമ്മൾ പിടിച്ച് കയറുന്നതാണ് അവിടുത്തെ. നിങ്ങളെ കണ്ടോ അത് മൂഡ്. എയർപോർട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. താങ്ക് യു വെരി മച്ച് മൈ ബ്രദർ. ഒന്നും വേണ്ട, മാത്രം മതി. അത് ഒരുപാട് തന്നിട്ടുണ്ട്. എല്ലാം സെറ്റ് ആവട്ടെ, വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ആവട്ടെ. അതെ, നേരെ കയറി ഇതാകട്ടെ. ഞാനാ മാൾട്ട ഈ ജയിലിൽ നിന്ന് ചാടാനുള്ള ശ്രമം. അതെ, മാൾട്ടേന്നല്ലാതെ ഇത്ര നാൾ അനുഭവിച്ചാൽ ഇതൊക്കെ എല്ലാം സോൾവ് ആയി ലൈഫ് ഉണ്ടാവട്ടെ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കോണ്ടാക്ട് ആക്കാം. ഓക്കെ ബ്രോ, പോണല്ലേ? യെസ്, ഓക്കെ, ടേക്ക് കെയർ മൈ ബ്രദർ. വിളിക്കും ഉറപ്പായിട്ടും. കരയാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അറ്റാച്ച്മെന്റ് ഞാനിങ്ങനെ യാത്രകൾ ഒരുപാടൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ പുതിയ നമ്മുടെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ ഏറ്റവും വലിയ ചങ്കണത് ഇപ്പം നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പൊട്ടിക്കരഞ്ഞാലോ, പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കാണാലോ, മരിച്ചു പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ മരിച്ചു പോയാലും ചിലപ്പോൾ കാണാമല്ലോ സ്വപ്നങ്ങളിലൂടെയും. അതാ പുള്ളിയല്ല കേട്ടോ, എൻ്റെ കാര്യം പറഞ്ഞോ. ഓക്കെ, നമ്മളിവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്തി ഗൈസ്. 1000 ഒരുപാട് തിരക്കുണ്ട് ഗൈസ്. ഇവിടെ ഫ്ലൈറ്റ് വന്നാ നോക്കട്ടെ. അകത്തോട്ട് കയറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഡ്യൂട്ടി ഫ്രീ. മറ്റേ കൂളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടായി, കൂളുണ്ട് ഇവിടെ. ഇതാണ് ഗൈസ് ഡ്യൂട്ടി ഫ്രീ. വൈഡാക്കാം. എന്തൊരു കുപ്പികളാണെന്നറിയോ, എന്തൊക്കെ ബ്രാൻഡ്, കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഗൈസ് ഇവിടെ. നൈസ് വൈബ് കേട്ടോ, നൈസ് വൈബ്. ഇത് അയ്യോ, എഡിറ്റിംഗ് ആണ് മച്ചാൻ, എഡിറ്റിംഗ് പരിപാടി കുറേ ഉണ്ട്. ഗേറ്റ് 5 കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് മൂവിയാണ്. ഇപ്പം ജസ്റ്റ് ഓപ്പൺ ആവും. ഫ്ലൈറ്റ് ലേറ്റ് കേട്ടോ, ഏതാ മൂട്ടെന്നറിയില്ല. നോക്കട്ടെ. എൻ്റെ ദൈവമേ, മിന്നിച്ചേക്കണേ മിന്നിച്ചേക്കണേ മിന്നിച്ചേക്കണേ. ക്യൂ എന്നൊക്കെ പക്ഷെ ഗൈസിന് സ്നേക്ക് ചെയ്ത് കയറിയത് കാലിൻ്റെ ഇടയിലെടുത്ത് വെച്ചേക്ക ഗൈസ്. ഏതാ മൂടെന്നറിയില്ല. അയ്യോ, ബോഡി ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് നോക്കാം. അവിടെ എന്തൊക്കെയാണോ ടിക്കറ്റ്സ് വന്നു കഴിഞ്ഞിട്ട് അവിടെ അത്രയ്ക്കുണ്ട്. ലോങ് ആൻഡ് അവിടെ നിങ്ങളൊരു ബസ് ഉണ്ടോ, അവിടെ പോയി കയറിയിട്ട് അവർ നേരെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ സ്ട്രൈറ്റ് ടു നേപ്പിൾസ്. ഓയോ ഗൈസ്, അങ്ങനെ അകത്തോട്ട് കയറി. എന്തോ അത്ഭുതകരമായിട്ട് ഒരു ഫിലിപ്പീനി പെണ്ണ്, അവളെ നൈസിന് പാവം, അയ്യോ ദൈവമായിട്ട് എത്തിക്കുന്നവരൊക്കെ പറയൂലേ, അതുപോലെ എത്തിച്ച് ഗൈസ്. അപ്പോൾ നമ്മളിതാ
എയർപോർട്ടിൻ്റെ ഉള്ളിൽ എയർപോർട്ടിലോട്ട് പ്ലെയിനിലോട്ട് കയറുന്ന ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുവാണ് ഗൈസ്. സോ ഇതാണ് നിങ്ങൾക്ക് കാണുന്ന എയർപോർട്ട് ഗൈസ്. എയർപോർട്ടിലെത്തി ഗൈസ്. സോ കാണിക്കാട് കാണും വെച്ചാൽ പ്ലെയിനൊക്കെ കിടക്കണ Ryanair. Finally. അയ്യോ സീറ്റ് അറിയില്ല ഏതാന്ന്. ഹലോ ഹലോ ഇത് നമ്മുടെ കൂടെ അവിടേക്ക്. ഓ താങ്ക് യു. പൊട്ടിപ്പോയി പൊട്ടിപ്പോയി. Mamma mia, bella rosa. So that was really nice. എടാ നമ്മളവിടെ എയർപോർട്ടിൽ നിന്നപ്പോ രണ്ട് സുന്ദരി കുട്ടികളെ കണ്ട് അവരുടെ കൂടെയാണ് നമ്മൾ ബോർഡ് ചെയ്യണത്. ഹലോ ഗായ്സ്. അടിപൊളി. അപ്പൊ we go straight to Naples guys. എൻ്റെ മോനെ To go in Tripoli for trip, yeah. How many days? Maybe like 3 or 4 days. Then I'll be moving to Milan. Milan, okay. You visit all the type All the places. What are the best places in Naples? What's your name, by the way? Mariano. Mariano. Yeah, we met Mariano over here. What's your place? Fragola. Fragola? No, Fragola no. What is Fragola? What is he talking about? No, Fragola is dangerous. No. Don't listen. I like danger. Margellina? All the sea a lungomare. But what is Fragola? Fragola is near Napoli. Near Napoli? Yeah, What's it's there? small city. Oh, city. What's dangerous there? The clubs? No, it's a little bit poor. Where are the nightclubs? Where are the girls? Of course, Napoli. See, Napoli, guys. Piazza Bellini. Piazza Bellini. Partiti Spagnoli. Yeah, it's Right. Am I gonna see you over there? Yeah. Oh, definitely. After I don't have my internet right now. After we get off, Okay. Where is your channel? I will just. Shall I take your Instagram now? Instagram. And I'll share it there.
Mate. കടൽ കാണുന്നു. ഒരു കുഞ്ഞു സ്ഥലമാണ് ഗൈസ് ഈ മോൾട്ട എന്ന് പറയുന്നത്. നമ്മുടെ വിൻഡോ സീറ്റ് ഇല്ലാത്തത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. കാരണം അമ്മാതിരി വിഷ്വൽസ് ആണ് കടലിന്റെ. ഓ പൊളി വൈബ്, പൊളി വൈബ്. കുഞ്ഞി സ്ഥലമാണ് ഗൈസ് മോൾട്ട. ഇവിടെ കിടന്നാണ് ഇത്ര നാൾ ഈ 2.5 വർഷം കിടന്ന് വെറുതെ ബ്ലോക്കായി പോയത് ഗൈസ്. കണ്ട മൗണ്ടൈൻ്റെ പേരാണ് എഡ്ന സ്ട്രീറ്റ്. അത് ശരിക്കും ഒരു വോൾക്കാനാണ്. സിസിലി എന്ന് പറയണ ഇറ്റലിയുടെ ഒരു ഐലൻഡ്, വലിയൊരു ഐലൻഡ് കേട്ടോ. മാൾട്ട പോലെ ഈ കുഞ്ഞു സ്ഥലമൊന്നുമല്ല, ഭയങ്കര വലുതാണ്. അവിടെ ആ ഐലൻഡിലുള്ള ഒരു വലിയ വോൾക്കാനിക് മൗണ്ടൈനാണ്. അവിടേക്ക് ഒരു ദിവസം നമുക്ക് പോകുന്നത്. നമ്മുടെ കമ്പനിക്കാരൊക്കെ അവിടെ ഉണ്ട് ഒരു പേര്. അപ്പോൾ അവിടേക്ക് പോയി ഫ്രീക്ക് ചെയ്ത് മൗണ്ടൈൻ്റെ പൊക്കത്തേറി പറ്റിയ വോൾക്കാനോൻ്റെ ആഷസ് വരെ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഗൈസ്. പ്ലെയിനിൽ വരെ ലോട്ടറി കച്ചവടം ഗൈസ്. ക്യാഷ് കാർഡ് കേട്ടോ. 1 million euros ഒക്കെ ഉണ്ടാവുന്ന ഒരു സീനാണ്. എന്തല്ലേ ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും എങ്ങനെയൊക്കെ പോയാലും കാണാൻ പറ്റുന്നൊരു സീനാണ്. Cioè, sta facendo il video nel video. Vabbè. Professional. Che vabbè, dai, ja, fallo con dentro. Un video maker, ragazzi. Ok? Zaro, grazie. Affezionata da Zaro, grazie. പക്ഷേ നമ്മൾ എവിടെ പോയാലും ഒരുപാട് ചവറുപോലെ കമ്പനിക്കാരെ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ മറിയാനോനെ പരിചയപ്പെട്ടു. അതിനുശേഷത്തെ ഇപ്പോൾ അലക്സിനെ പരിചയപ്പെട്ടു. അലക്സ് ഇവിടെ ഒരു സൂപ്പർ റൈഡറാണ്. ഹി ഹാസ് എ ഡ്യൂക്ക് 390 790 ഡ്യൂക്ക് മച്ചാനെ. ആളിത് പറക്കണുണ്ടോ? വീഡിയോ കാണിച്ചു തരാം. It's like he's going slow and it's like 180 km/h guys. You gotta be careful, man. It's 5 gear, bro. 5 gear with 180. No, but there is the 6 gear, but Oh, can do to 215 in 5 gear. Top speed 270. you gotta take me around. നമ്മൾ നേപ്പിൾസിലോട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. Naples brother is Frataman. ഫ്രാത്തമാൻ എന്താണെന്നറിയില്ല, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. Frataman. Fratama. Yeah. Fratama guys. Fratama is for thank you. No, Frataman is brother. Brother. Yeah, bro. Fratama bro. Alex Fratama. Yeah. Sing. Mamma mia. Thank you very much. Wow guys. ഇത് വലിയ എയർപോർട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേപ്പിൾസിൽ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ ബസ്സൊക്കെ കയറിയിട്ട് എൻ്റെ മോനെ ഏരിയ തന്നെ വേറെ മൂടാട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് പെട്ടുള്ളേ വേറെ സീൻ. ഇപ്പോൾ
നമ്മുടെ അലക്സ് ബ്രോയുടെ കൂടെ കമ്പനി അടിച്ച് ഇറങ്ങാം. ഇപ്പോൾ വഴി അറിയാൻ പാടുള്ളതൊന്ന് രണ്ട് തിരിയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ബസ്. അയ്യോ ഞാനിപ്പോൾ മാൾട്ട വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാറ്റ് കൂടുതലാണ്, വെയിൽ കുറവാണ്. കാരണം അയ്യോ വെയിലുണ്ട് കേട്ടോ, വെയിൽ അതുപോലെ തന്നെ ഉണ്ട്. എയർപോർട്ട് അത്യാവശ്യം ഭയങ്കര വലുതാണ്. പിന്നെ സ്കൈ അത്ര ക്ലിയർ ഒന്നുമില്ല മാൾട്ട പോലെ, കുറച്ചുകൂടി പൊടിപടലങ്ങളൊക്കെ കൂടുതലുണ്ട്. പിന്നെ അതൊക്കെ തന്നെ മൂഡ്, ബാക്കി മൂടൊക്കെ കടിച്ചെറുതാണ്. ഇവിടെ നമ്മുടെ കമ്പനിക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ കരുതി. ഒരു എയർപോർട്ട് ഭാരത ഇറ്റലി നേപ്പിൾ എയർപോർട്ട് യാത്ര. ഒരുപാട് ഫ്ലൈറ്റുകൾ നിരന്നിരുന്ന് കിടക്കുന്നു, നിങ്ങൾക്ക് കാണാൻ ഗൈസ്. കുറച്ച് കഴിയും. കൊള്ളായ മാൾട്ട വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഭേദമുണ്ട്. ബിൽഡിംഗ് ഒക്കെ കാണാനെങ്കിലും യുണൈറ്റഡ് റയനെയർ, നമ്മുടെ കുഞ്ഞാർക്ക് പ്രശ്നം റയനെയർ. ചീപ്പ് യെസ്, ലൈക്ക് വെരി ഫാസ്റ്റ്. ഓക്കെ, പ്രൈവറ്റ് ജെറ്റ് പോണ് ഗൈസ്. N267DW ഏത് കോടീശ്വരനാവും. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ അറൈവൽസിലോട്ട് എത്തിയേക്കണം ഇറ്റാലിയൻ എയർപോർട്ടിൽ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാ പേപ്പർ കാണിക്കേണ്ട വരുമോ എന്നറിയില്ല, എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. Arrivals to NAPOLI നെപ്പോളി എയർപോർട്ട് ഗൈസ്. അങ്ങനെ ഇവിടെ ഫൈനലി എത്തിയിരിക്കുന്നു. വാവ് വാവ്, ദാറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നോക്കി സ്ക്രീനൊക്കെ നോക്കി. നേപ്പിൾസിൻ്റെ സ്ഥലങ്ങളെ പറ്റിയുള്ള ഫോട്ടോസൊക്കെയാണ് നോക്കുന്നത് കണ്ടിട്ട്. ഒരുത്തൻ തുണിയിലാണ്ടിരിക്കുന്നു. സ്റ്റാച്ചു ഉണ്ടോ? Okay, so Alex, maybe I'll see you before I leave. Yeah, I'll write you. And which way is the exit? Straight? Hi. പെൺപിള്ളേരൊക്കെ നല്ല സുന്ദരിമാരുണ്ട് കേട്ടോ അവിടെ. മാൾട്ടിനയിലും അതിസുന്ദരിമാരായിട്ടുള്ള കുറേ കുട്ടികളെ കാണാം ഗൈസ് ഇവിടെ. അയ്യോ ഇതുണ്ടോ ലോകം ഗൈസ്, പുതിയൊരു ലോകം തന്നെ ഇത് മച്ചാനെ. ഹായ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ എയർപോർട്ട്. കുറേ കൂടി ഗ്രാമപ്രദേശത്തിലുള്ള ടൈപ്പ് ആൾക്കാർ പോലെ, ഭയങ്കര മോഡേൺ ഒന്നുമല്ല. ട്രഡീസിയോണി ഇറ്റാലിയാന, ട്രഡീഷണൽ ഇറ്റാലിയൻ എന്നായിരിക്കും എഴുതിയേക്കണം ട്രഡീസിയോണി എന്നൊക്കെ പറയുമ്പോൾ. അയ്യോ ഒരു ഐഡിയ കിട്ടണല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നടക്കണോ ഓടണോ എന്താ ചെയ്യണ്ട, ഐ ഡോണ്ട് നോ മാൻ. നോക്കി നോക്കാം. നോക്കി അകത്തേറിയിട്ട് വൈഫൈ നോക്കിയിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. വൈഫൈ കണക്ട് ചെയ്തിട്ട്. വളരെ പ്രിയപ്പെട്ട സാറ. Hi guys. Sarah, meet Sarah guys. And she's traveling around. She's going to Florence, Milan right now. And all the best for your travels. Maybe I'll see you around while traveling. Thank you, Sarah. Thank you. Lovely. Bye-bye. Bye. ഒരു സീറ്റൊക്കെ തന്ന് ഒന്ന് ഓണാവാനായിട്ടുള്ളൊരു മൂടാണ് കേസ്. മറ്റേ പഞ്ഞിയില്ല, വൗച്ചോടെ അടിച്ചിട്ട് ഇടണോ കാട്ടി എൻ്റെ മൂ. ഓക്കെ, ഇത് കണ്ടോ ഗൈസ്? വാവ്,
കഴുകനെ പിടിച്ചിട്ട് സുന്ദരി ഗൈസ്. താങ്ക് യു വെരി മച്ച്. അമ്പമ്പോ ഇവിടെ എയർപോർട്ടിലാണ്ടോ മൂഡ്. അങ്ങനെ സ്ഥലത്തൊക്കെ എത്തി. എന്നിട്ടിപ്പോൾ നമ്മളടുത്ത പരിപാടിയൊക്കെ എൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ ക്രിക്കന്മാരൊക്കെ പോയിട്ട് എന്നിട്ട് എന്താ ഇപ്പോൾ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഇറ്റാലിയൻകാരൻ. പിന്നെ എൻ്റെ ഒരു വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ ബ്രിറ്റോ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ആൾ കുറേ അഡ്വൈസൊക്കെ തന്നു. പക്ഷെ എന്താ ഹൈലൈറ്റ് എന്ന് ചോദിച്ചാൽ ഗൈസ്, നമ്മൾ ഈ പരിപാടിയിലാണ് കേട്ടോ, മൂഡിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പൈസ ഇല്ലാണ്ട് നമുക്ക് സെർവ് ചെയ്യാന്നുള്ള മൂടാണല്ലോ. 1 രൂപ പോലും ഇല്ല, വെള്ളമില്ല, കാരണം ഫ്ലൈറ്റ് വെള്ളം കയറ്റില്ല, ഭക്ഷണമില്ല, പിന്നെ പേപ്പറില്ല, ഒരു കുന്തമില്ല. പക്ഷെ എന്നെ കണ്ട നിങ്ങൾ ചിരിച്ചിരിക്കണ കിളി പോയിട്ടല്ലട്ടാ, അതൊരു വൈബാണ്. നമ്മളിപ്പോൾ നാളെ കാര്യങ്ങളൊക്കെ പരിപാടി സെറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. എന്നിട്ട് അടുത്ത ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ വരും, അവൻ്റെ കൂടെ കറങ്ങാൻ പോകണം. എന്നിട്ട് എവിടെയെങ്കിലും പോയി ക്യാമ്പ് ചെയ്യണം. നാളെ ഇവിടെ മറ്റേ SLM എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്, അതിൻ്റെ പേപ്പർ ആക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സേഫാണ്, പിന്നെ ഇവിടെ മൊത്തം കറക്കമായിരിക്കും. ഒരു ദിവസം റെസ്റ്റ് കുതിച്ച് ചാടാൻ വേണ്ടി ആയിട്ട്. ഓക്കെ ഗൈസ്, ദാറ്റ് ഈസ് ദ അപ്ഡേറ്റ്. ഒന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുന്നു പയ്യെ.